ജീവിതശൈലി രോഗമുക്ത കേരളത്തിനായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജീവിതശൈലി രോഗമുക്ത കേരളം എന്ന ജനകീയ ക്യാമ്പയിൻ ഈ വർഷം ഏറ്റെടുക്കാൻ സംസ്ഥാന വാർഷിക സമ്മേളനം തീരുമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ, സംഘാടനം, പ്രസിദ്ധീകരണം, ബോധവൽക്കരണം എന്നിവ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആരോഗ്യരംഗത്തെ വിവിധ സംഘടനകളെയും വിദഗ്ധരെയും പാലിയേറ്റീവ് സംവിധാനങ്ങളെയും ഗ്രന്ഥശാല പ്രസ്ഥാനം, കലാകായിക ക്ലബ്ബുകൾ തുടങ്ങി കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ സക്രിയമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും കണ്ണിച്ചേർത്തുള്ള ക്യാമ്പയിനായിരിക്കും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ജീവിതശൈലി രോഗമുക്ത കേരളം ക്യാമ്പയിൻ. 2025 ക്വാണ്ടം സയൻസിന്റെ 100ാം വാർഷികത്തിൽ ക്വാണ്ടം എക്സിബിഷൻ ഉൾപ്പെടെയുള്ള പ്രദർശന പരിപാടികളും പ്രഭാഷണ പരിപാടികളും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുസ്ഥിര വികസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിന് ആധാരമായ കാര്യം നമുക്കറിയാം. കാര്യം വികേന്ദ്രീകൃത ആസൂത്രണമാണ് കേരളത്തിൻ്റെ വികസനത്തിന് ഏറ്റവും വലിയ നാഴികക്കല്ലായിട്ട് മാറിയത്. അതൊരു 30 വർഷം പൂർത്തിയാകുമ്പോൾ ആ വികേന്ദ്രീകൃത ആസൂത്രണ കാഴ്ചപ്പാടിൽ നിന്നും ഏറെ പിന്നോക്കം പോകുന്നൊരു പ്രവണത കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അധികാര വികേന്ദ്രീകരണത്തിൽ പറഞ്ഞെങ്കിൽ പോലും അന്ന് വിട്ടുകൊടുത്ത അധികാരത്തിൽ നിന്ന് കൂടുതൽ അധികാര വികേന്ദ്രീകരണ ഇതിലേക്ക് എത്തിയിട്ടില്ലെന്നതാണ്. വികേന്ദ്രീകൃത ആസൂത്രണ പ്രക്രിയ 3 പതിറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ പ്രാദേശിക വികസന മേഖലയിലെ പരിഷത്തിന്റെ അനുഭവങ്ങളെ ഉൾച്ചേർത്തുകൊണ്ട് മാറിവരുന്ന സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലവും കാലാവസ്ഥാ വ്യതിയാനവും ഉണ്ടാക്കുന്ന പ്രകൃതി പ്രതിഭാസങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള വികസന ഇടപെടലിനാവശ്യമായ പഠനങ്ങൾ നടത്തും. ഇതിന് സഹായകമായ സംവാദങ്ങളും ക്യാമ്പയിനും ഈ വർഷം സംഘടിപ്പിക്കും. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, കുട്ടികളുടെ അവകാശം എന്ന മുദ്രാവാക്യമുയർത്തി ആരംഭിച്ച ക്യാമ്പയിൻ ഈ വർഷം തുടരും. കേരളത്തിലെ മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിന് ജനപങ്കാളിത്തത്തോടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുക, സമഗ്ര പേവിഷബാധ പ്രതിരോധ പദ്ധതി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കുക, അന്ധവിശ്വാസ ചൂഷണ നിരോധന നിയമം നിർമ്മിച്ച് നടപ്പിലാക്കുക, ശാസ്ത്ര സാങ്കേതിക ഗവേഷണങ്ങൾക്കായി ആഭ്യന്തര വരുമാനത്തിന്റെ 2% നീക്കിവെക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ സംസ്ഥാന സമ്മേളനം അംഗീകരിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലിംഗതുല്യതയിലുള്ള അഭിപ്രായം എന്താണ്, അങ്ങനെയുള്ള വിവിധങ്ങളായ അതിൻ്റെ കോപ്പി നമ്മൾ നിങ്ങൾക്ക് പിന്നീട് എത്തിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ നമ്മൾ നടത്തുന്ന അവസരത്തിൽ ജീവിതശൈലി രോഗമുക്ത കേരളം എന്ന് പറയുന്ന ഈ ക്യാമ്പയിൻ നടത്തുമ്പോൾ ഇതിന് ഡാറ്റ ഞങ്ങൾക്ക് കൈമുതലായിട്ടുണ്ട്. ഈ ഡാറ്റ വെച്ചുകൊണ്ട് കേരള ജനതയോട് സംവദിക്കാനായിട്ട് കഴിയും. അങ്ങനെ സമാനമായി നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെയും അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ, ഗ്രന്ഥശാലകൾ, കുടുംബശ്രീ, അതുപോലെ അയൽക്കൂട്ടങ്ങൾ, കലാകായിക ക്ലബ്ബുകൾ, മാനസികാരോഗ്യം നിലനിർത്തുന്നതിലൊക്കെ തന്നെ കലാകായിക ക്ലബ്ബുകൾക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അവരൊക്കെ ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ ബഹുജന വിദ്യാഭ്യാസ ക്യാമ്പയിനായിട്ടാണ് ഈ പരിപാടി നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രസിഡന്റ് ടി കെ മീരാഭായ്, ജനറൽ സെക്രട്ടറി പി വി ദിവാകരൻ, സംസ്ഥാന സെക്രട്ടറി പി അരവിന്ദാക്ഷൻ, പി പ്രദോഷ്, എം സുനിൽകുമാർ, ജോജി കൂട്ടുമേൽ, കെ എസ് സുധീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.